അതല്ല ഞാൻ പറയണതിന് മുമ്പ് നിഷ എന്റെ വായിൽ കയറി സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ് അവിടെ അടങ്ങിയിരിക്കും. ജഡ്ജ്മെന്റ് പോലും വായിക്കാതെയല്ലേ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കൂ. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇന്ന് ഈ ശിക്ഷ വിധിച്ച കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശിക്ഷ വിധിക്കുമ്പോൾ കോടതി വികാരങ്ങൾക്ക് അടിപ്പെടാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ല. ശരിയാണ്, സമൂഹത്തിന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതേ കോടതി പറയുന്നുണ്ട്, ഈ പ്രതികളുടെ പ്രവൃത്തി സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കപ്പെടുകയും അവരിൽ ഭയവും അപമാനവും നിസ്സഹായതയും ഉണ്ടാക്കുകയും ചെയ്തു. ഇരുവർക്ക് മാനസികമായ ആഘാതവും നൽകി. ഈ തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. താങ്കൾ എങ്ങനെയാണ് ഈ ശിക്ഷാവിധിയെ വിലയിരുത്തുന്നത്? പൊതുസമൂഹത്തിന് പൊതുവെ ഒട്ടും വിശ്വാസം തോന്നാത്ത ഒന്നായി ഈ വിധിന്യായം മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? ജഡ്ജ്മെന്റിൽ അതിനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 376D ഹാവിംഗ് ഫൗണ്ട് 376D കമ്മിറ്റ് ചെയ്തു, 1 to 6 കമ്മിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ശിക്ഷ ഇത് പോരാ എന്നുള്ള അഭിപ്രായം പലർക്കും തോന്നാം. അതിന് പല കാരണങ്ങളും പല രീതിയിൽ നമുക്ക് കാണുകയും ചെയ്യാൻ പറ്റും. അവരുടെ ക്രിമിനൽ പശ്ചാത്തലം മാത്രം ഒരു കാരണമാക്കണമെന്നില്ല. 2 ജഡ്ജ്മെൻറ്റ്സിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഈ നിർഭയ കേസിൽ പറഞ്ഞിട്ടുണ്ട്, സബ്സിക്വൻ്റ്ലി മൂല നവാസിൻ്റെ കേസിൽ പറഞ്ഞു അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. രണ്ടാമത് 376D തന്നെ നിയാസ് മസ്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റിൽ ആ കേസിൽ നമ്മുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ക്രൈറ്റീരിയ. അതിൽ ലൈഫ് സെൻറ്റൻസ് ഉണ്ടായിരുന്നത് 30 years ആയിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. 30 years ആണ് കുറച്ചത്, 20 years അല്ല. ഇതിൽ മിനിമം സെൻറ്റൻസ് 20 years ആണ് കൊടുത്തിരിക്കുന്നത്. 376D വന്ന സ്ഥിതിക്ക് എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ ഇനിയും കാണേണ്ടിയിരിക്കുന്നു. ഞാനത് അധികം വാച്ചുകയില്ലാത്ത കേസ്. പക്ഷേ ഞാനൊരു കാര്യം നേരത്തെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ രീതിയിൽ കേസ് നടത്തിയപ്പോൾ ഫോക്കസ് വരേണ്ട അക്യൂസ്ഡ്, അതിൽ നിന്ന് ഫോക്കസ് പ്രോസിക്യൂഷന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് തീർച്ചയായും തോന്നിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിലേ ഞാനിത് ഏറ്റവും ഫസ്റ്റ് ഡേയിൽ ഞാൻ ഒരു ഫസ്റ്റ് 2017 വന്നിരുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണത്. ഈ ശിക്ഷിക്കപ്പെടേണ്ട അക്യൂസ്ഡിൽ നിന്ന് ഫോക്കസ് നഷ്ടപ്പെട്ട് പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും പോയിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ ആരെയും ക്കെതിരെ ശിക്ഷിക്കേണ്ട എന്ന് അങ്ങനെ പറയുന്നതല്ല. ഇൻവെസ്റ്റിഗേഷൻ്റെ രീതികൾ പോയിട്ടുണ്ടോ എന്നുള്ള തുടക്കത്തിലുള്ള സംശയം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുള്ളായിരുന്നു ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടെന്ന്. ആ രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വേണം നമുക്ക് കാണാനായിട്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് 20 years is too less a punishment എന്ന് നമുക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ദർ ഈസ് എ ഗ്യാങ് റേപ്പ് ആൻഡ് ദർ ഈസ് എ പേഴ്സൺ ടേക്കൺ അഗൻസ്റ്റ് ഹെർ ഓൺ വോളീഷൻ. അങ്ങനെ രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. ആ ഗ്യാങ് റേപ്പ് ഒരിക്കലും നമുക്ക് ഏത് കാരണങ്ങൾ പറഞ്ഞാൽ പോലും അതിനെ ഒന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാരണങ്ങളല്ല. ഇറ്റ്സ് അഗൻസ്റ്റ് യുവർ ഡിഗ്നിറ്റി, ഇറ്റ്സ് അഗൻസ്റ്റ് യുവർ ബോഡി, ഇറ്റ്സ് അഗൻസ്റ്റ് യുവർ ഹ്യൂമാനിറ്റി ആസ് വെൽ. ഇറ്റ്സ് ആൻ ഒഫൻസ് അഗൻസ്റ്റ് സൊസൈറ്റി. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് നമ്മൾ കൺസേൺഡ് ആവാനുള്ള ഒരു കാര്യം 20 years മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 20 years മിനിമം സെൻറ്റൻസ് ആണ് എന്നുള്ളത് കൊണ്ടിട്ട് കോടതികൾ ചെയ്യേണ്ടത് പറഞ്ഞേക്കണ ജഡ്ജ്മെൻറ്റ്സ്, ഇപ്പം ജഡ്ജ്മെൻറ്റ്സ് എല്ലാം നോക്കേണ്ടി വരുമല്ലോ. പല പ്രിൻസിപ്പിൾസ് ഓഫ് സെൻറ്റൻസിങ്ങിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാരണം ഈ മിനിമം സെൻറ്റൻസിനെക്കാട്ടിലും കൂടുതൽ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് കോടതി അത് പറയേണ്ടി വരും. ആ കാരണം എന്തൊക്കെയാണെന്നുള്ളത് തെളിയിക്കാനുള്ള ബാധ്യതയും പ്രോസിക്യൂഷനുണ്ട്. അത് പ്രോസിക്യൂഷൻ കാണിച്ചു കൊടുത്തിട്ടില്ലേ എന്നുള്ളത് കൂടി കാണേണ്ടി വരും. അതിൽ നിന്ന് പിന്നീടാണ് 20 years നിന്നാണ് കയറിപ്പോണ്ടത്. ഇതെല്ലാം നമ്മളെപ്പോഴും ഡിഫൻസിന് വേണ്ടി വാദിക്കുന്ന കാര്യമാണ്. അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കോടതി 20 years കൊടുത്താൽ പോരാ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പലപ്പോഴും ഈ കേസ് നടത്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നൊരു കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നെ എത്രത്തോളം ഞാൻ ഇൻഡിപെൻഡൻ്റ് അല്ല എന്നെല്ലാവരും മീഡിയ മേഡത്തിന് അഭിപ്രായം ഉണ്ടാവുമായിരിക്കും. എന്നിരുന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഞാൻ ഡിഫൻസ് സൈഡിൽ നിന്ന് കോടതിയുടെ പക്ഷത്ത് മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഈ കാര്യത്തിൽ ഈ കേസിൽ സംബന്ധിച്ച ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് പറ്റിയ ഒരു പാളിച്ച എന്ന് പറയുന്നത് ഫോക്കസ് പോയിന്റിൽ നിന്ന് പലപ്പോഴും അവർ വ്യതിചലിച്ചിട്ടുണ്ട്. അതുകൊണ്ടിട്ട് കൂടിയാണ് വിക്ടിമിന് പലപ്പോഴും ഇന്റർഫിയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവരൊന്നിച്ചാണ് ഇന്റർഫിയർ ചെയ്തിരുന്നെങ്കിൽ പോലും ഫോക്കസ് ചെയ്തു അവിടെ പാളിച്ച പറ്റിയെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞു. ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചാണ് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഒരു കേസ് നടത്തുമ്പോൾ ഒരു അക്യൂസ്ഡ് മാത്രമല്ലല്ലോ അതിലുള്ളത്, അതിൽ എല്ലാ അക്യൂസ്ഡും ഉണ്ട്. എന്താണ് ഇൻസിഡന്റ് എന്നുള്ളതുണ്ട്,
ചാർജ് എന്താണെന്നുള്ളതുണ്ട്, ചാർജ് എങ്ങനെ നടത്തണം എന്നുള്ളതുണ്ട്, ഏതൊക്കെ റിസോഴ്സസ് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളതുണ്ട്. ഇതിൻ്റെ പല ഘട്ടങ്ങളിലും കേസ് സ്ട്രാറ്റജീസ് നടത്താനുള്ള പ്രശ്നങ്ങൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് ഉണ്ടായിരുന്നു. എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഞാൻ എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാൻ ഞാനത് പറയാൻ തയ്യാറുമല്ല. അതുകൊണ്ടിട്ട് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് പറ്റിയ പാളിച്ചകൾ അതുകൊണ്ട് കൂടിയാണ് പലപ്പോഴും വിക്ടിമിന് പോലും ഇന്റർഫിയർ ചെയ്യേണ്ടി വന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അവർ ഇന്റർഫിയർ ചെയ്തത് കൊണ്ട് കൂടി മാത്രമാണ് പലപ്പോഴും ഈ കേസ് ഇവിടെയെങ്കിലും എത്തി നിന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കോടതി നിസ്സഹായ അവസ്ഥയിലായിട്ടുണ്ടാവും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുക. കോടതിയെ സംബന്ധിച്ചോളം അവർക്ക് മെറ്റീരിയൽസ് വേണം. അവരെ സംബന്ധിച്ചോളം കോടതിക്ക് നോക്കേണ്ടത് എവിഡൻസ് മാത്രമാണ്. കോടതികൾ ഒരിക്കലും സെൻസേഷന്റെ പുറകെ പോവരുത് എന്ന് എന്നും വാദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇനിയും അത് തുടരാനാണ് എനിക്ക് താല്പര്യമുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് അതിന് അടിമപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും സെന്റൻസിങ് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ നോക്കിക്കഴിഞ്ഞാൽ പൊതുസമൂഹത്തിനുണ്ടാകാവുന്ന സംശയം നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഞാനത് പറയുകയാണല്ലോ. ഒരു പെൺകുട്ടിയെ സാധാരണഗതിയിൽ തൊഴിൽ സ്ഥലത്തേക്ക് പോകുമ്പോൾ ബലാത്സംഗം ചെയ്ത ആളുകൾക്ക് മിനിമം ശിക്ഷയാകുന്നതിന് പിന്നിൽ എന്ത് സെൻസേഷനാണ്? അതല്ല ഞാൻ പറയണതിന് മുമ്പ് നിഷ എന്റെ വായിൽ കയറി സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് സെൻസേഷൻ ഇല്ല എന്ന് കണക്കാക്കിയാൽ, സെൻസേഷൻ ഉണ്ട് എന്ന് കണക്കാക്കിയാൽ പോലും ഈ 20 years കുറവാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം വളരെ നമുക്ക് ലോജിക്കിന് ലീഗലിയും കറക്റ്റ് ആണ് എന്ന് തോന്നിയില്ലെങ്കിൽ ആ സെന്റൻസ് കുറവാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ലൈഫ് സെന്റൻസ് മാക്സിമം വയ്ക്കാവുന്ന ലൈഫ് സെന്റൻസ്, അതിൽ റെമിഷൻ കൂടിയില്ല. മേഡം പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പരോള് പോലും കിട്ടാതെ വേണം എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. റേപ്പ് കേസുകളിൽ 376D പ്രത്യേകിച്ചും പരോള് പോലും കൊടുക്കാതെ വേണം ആ സെന്റൻസ് ഇമ്പോസ് ചെയ്യാനായിട്ട്. അത് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽ ദി എൻഡ് ഓഫ് ദി ലൈഫ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് എന്ത് കാരണം കൊണ്ടാണ് 20 years മാത്രം കൊടുത്തത് എന്നുള്ളത് നമ്മൾ ജഡ്ജ്മെന്റ് നോക്കി പറയേണ്ടി വരും. അതല്ല നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ഒരു ലോജിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെന്തായാലും സ്റ്റേറ്റും വിക്ടിമും ചലഞ്ച് ചെയ്യണം എന്നുള്ളത് കൂടി ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ ദേ ഷുഡ് ഡു ഇറ്റ്. അതിൽ രണ്ട് കാര്യങ്ങളുള്ളത്. നിഷ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. നിഷ ഈസ് ഗിവിങ് ആൻ ഇൻവെൻറ്റോ, അതായത് ഇത്ര കുറവ് ശിക്ഷിച്ച ഇത് കൊണ്ടിട്ട് മറ്റ് കൺവിക്ഷന്റെ കൺക്ലൂഷൻസ് മോശമായിരിക്കും എന്നുള്ളതാണ്. നമ്മളിത് ജഡ്ജ്മെന്റ് കാണാതെയാണ് നിഷ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പ്രൊപ്പഗേറ്റിംഗ് ആണ്, ഈ ഐഡിയാസും വ്യൂസും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാത്ത നമ്മൾ കാണാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഇൻവെൻഡോ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അങ്ങനെ പറയുന്നത്. തീർത്തും തെറ്റാണ്. ഒന്നാമത്തെ കാര്യം, ഇത്രയും എവിഡൻസ് കാര്യങ്ങളെല്ലാം കണ്ടിരിക്കുന്നത് കോടതിയാണ്. കോർട്ട് മേ ഹാവ് എ റീസൺ. ഈവൺ ഇഫ് 20 years ആണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും കോർട്ട് ഹാവ് എ റീസൺ. ആൻഡ് കോർട്ട് ഒരു കാര്യം എനിക്ക് അഭിമാനമുള്ളത്, ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ളതിന് അഭിമാനവും ഈ കോടതിയിൽ കൂടി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിന്റെ എൻ്റെ അഭിമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ സെൻസേഷൻസ് അപ്പാർട്ട്, എല്ലാ റബ്ബിഷും, ഞാനിത് പണ്ട് എൻ്റെ ഫസ്റ്റ് ഇതിൽ പറഞ്ഞതാണ്. ഞാൻ വേണുമായിട്ട് അടിയായ ഒരു സാധനത്തിൽ ഞാൻ ഉപയോഗിച്ച വാക്കിതാണ്. ഓൾ റബ്ബിഷ്നെസ് അപ്പാർട്ട്, ഈ പൊതു മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്ന ഓൾ റബ്ബിഷ്നെസ് അപ്പാർട്ട്, കോർട്ട് വാസ് ബോൾഡ് ഇനഫ്. എന്ത് സെന്റൻസ് കൊടുക്കണം, എന്ത് കൺവിക്ഷൻ കൊടുക്കണം എന്നുള്ളതിന് ബോൾഡ്. തെറ്റോ ശരിയോ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, തെറ്റോ ശരിയോ എന്നുള്ളത് അപ്പീൽ കോടതികൾ തീരുമാനിക്കും. ആ കോടതി ആ ബോൾഡ്നെസ് കാണിച്ചു, ആ സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ. ഒരു മിനിറ്റ് പറയട്ടെ, പറഞ്ഞു തീർത്തിട്ട് സംസാരിക്കാനേ. ഒരു മിനിറ്റ് അവിടെ അടങ്ങിയിരിക്കും. ജഡ്ജ്മെന്റ് പോലും വായിക്കാതെയല്ലേ? ഒരു മിനിറ്റ് അടങ്ങിയിരിക്കൂ, നിഷ. ജഡ്ജ്മെന്റ് നിഷ വായിക്കാതെയാണ് ഈ വർത്താനം പറഞ്ഞത്. ഒരു മിനിറ്റ് അടങ്ങിയിരിക്കൂ. ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കട്ട് ചെയ്തിട്ട് എന്നെ ഒഴിവാക്കൂ. എനിക്ക് ഇതിനോട് വന്ന് താല്പര്യമില്ല സംസാരിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ കോടതിയെ കുറിച്ച് നിങ്ങൾ ഈ ഇൻവെന്റോസ് പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ല മേഡം. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എന്നെ ഒഴിവാക്കി. എന്തിനാ എന്നെ വിളിക്കണത് ഒരാവശ്യമില്ലാതെ? നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞാൽ പോരെ. നിങ്ങൾ ജഡ്ജ്മെന്റ് പോലും കാണാതെയല്ലേ നിഷ ഈ സംസാരിക്കുന്നത്? എന്ത് കാര്യത്തിനത്? എന്ത് പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ആ ബോൾഡ്നെസ് കാണിച്ച ജഡ്ജിക്ക് ഇൻവെന്റോ കൊടുക്കാൻ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് ബെറ്റർ ആയിരിക്കുക. എന്നിട്ട് അത് തീരുമാനിക്കാൻ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. അത് അപ്പീലേറ്റ് കോടതി ചെയ്യും. അതാണ് ചെയ്യേണ്ടത്. നിഷ ഈ ഇടയ്ക്ക് സംസാരിച്ചിട്ട് എന്നെ ഒഴിവാക്കും. പ്ലീസ് എന്നെ ഒഴിവാക്കും. നിങ്ങളെ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് സത്യത്തിൽ സമയമില്ല. പ്ലീസ് എന്നെ ഒഴിവാക്കും. ഇനി വിളിക്കാതെ ഇരിക്കും. എന്തിനാ എന്നെ ഒഴിവാക്കും? എന്തിനാ എനിക്ക് കോടതിയെ കുറിച്ച് ഈ പറഞ്ഞ വർത്താനം എനിക്ക് പറയാനില്ല.
അത് എന്റെ നീതിബോധം അത് തന്നെയാണ്. ഞാൻ കോടതിയിൽ പ്രവർത്തിക്കുന്നതാണ്. തീരുമാനം. നിങ്ങളുടെ നീതിബോധം എന്തും ആയിക്കോട്ടെ. എന്നെ ഒരു പ്ലീസ് പെൺകുട്ടി അങ്ങേയറ്റം ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടിട്ട് അതിൽ എന്തുകൊണ്ട് പരമാവധി ശിക്ഷ കിട്ടുന്നില്ല എന്ന ചോദ്യം ഉയർത്തുമ്പോൾ അതിൽ താങ്കൾക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ താങ്കൾക്ക് ഒഴിവാകാം. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ നന്ദി ശ്രീ രഞ്ജിത്ത് മാരാർ. എനിക്ക് മാത്രത്തിൽ ചർച്ച തുടരാൻ താല്പര്യമില്ല. അഡ്വക്കേറ്റ് ടി ബി മിനി, ഈ പെൺകുട്ടി, താങ്കൾക്ക് കാര്യങ്ങൾ പറയുന്നതിൽ പരിമിതി ഉണ്ടെന്നറിയാം, എങ്കിലും ഈ കോടതി നിന്ന് മാറണം, ഈ കോടതി മാറ്റണം എന്നതടക്കം ഏത് കേസിലും ആയിക്കൊള്ളട്ടെ ശ്രീ ടി ബി മിനി, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ വൈകി, എന്തുകൊണ്ട് നിങ്ങൾ പരാതിയുമായി പോകുന്നില്ല എന്നൊക്കെ ഉള്ള ചോദ്യം ഉയർത്തുന്നവർക്കുള്ള മറുപടി കൂടിയാണോ ശ്രീ ടി ബി മിനി ഈ കേസ്? അല്ല, അവരുടെക്കുള്ള മറുപടിയല്ല, അവരുടെ ആ ഒരു ആശങ്ക ശരിവെക്കുന്നതാണ് ഈ വിധി എന്ന് പറയണത്. ഈ പറയുന്നതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കോടതികള് സെൻസേഷനിൽ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞത്. നമ്മുടെ ഡൽഹിയില് നിർഭയ കേസില് കോടതി എന്താ ചെയ്തത്? ഈ പോക്സോ കേസ് എന്ന് പറഞ്ഞൊരു കേസ്, ഒരു ആക്ട് ഉണ്ടായത് എങ്ങനെയാ? നിങ്ങൾ മാധ്യമങ്ങൾ സെൻസേഷൻ ആക്കിയില്ല എങ്കിൽ ഈ വക കേസ് ആരാണ് അറിയാൻ പോകുന്നത്? ഇങ്ങനെ കേസുകൾ വരുമ്പോഴും സെൻസേഷൻ ആവുമ്പോഴാണ് പാർലമെന്റ് അടക്കം സുപ്രീം കോടതി അടക്കം ഇതിന്റെ ഗൗരവത്തിലേക്ക് പോയി അതിനാവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് വെച്ച് ജഡ്ജ്മെന്റുകൾ ഉണ്ടാക്കുന്നത്. ഈ രഞ്ജിത്ത് സാർ പറയാതെ പോയൊരു കാര്യം, മെമ്മറി കാർഡ് മാറിയ കേസിൽ എന്തുകൊണ്ട് ജഡ്ജി ഇങ്ങനൊരു നിലപാടെടുത്തു എന്നുള്ള കാര്യം പറയണ്ടേ? ഇത് ഒരു ജഡ്ജിന് ഏതെങ്കിലും ഒരു എനിക്ക് അറിഞ്ഞുകൂടാ. അഡ്വക്കേറ്റ് ടി ബി മിനി, ഈ ജനാധിപത്യ രാജ്യത്ത് ജുഡീഷ്യറിയുടെ നിലപാടുകളെ, കോടതികളുടെ നിലപാടുകളെ, വിധിന്യായങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന അസഹിഷ്ണുത ആളുകൾക്കുണ്ടാകുന്ന, അങ്ങനെ പോയാൽ എങ്ങനെയാണ് സ്ത്രീകളുടെ മാത്രമല്ല മറ്റു ദുർബലരായ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളുടെയൊക്കെ അവകാശങ്ങൾ ഈ രാജ്യത്ത് ഉറപ്പാക്കുക? ജനങ്ങൾ അവരുടെ അന്തിമ ഏറ്റവും അവസാനത്തെ അത്താണിയായി കാണുന്ന കോടതികളെ കുറിച്ച് ജനാധിപത്യ രാജ്യത്ത് വിമർശനാത്മകമായി സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ് മാഡം? അങ്ങനെ ഒന്നും ഇല്ല നിഷ. ഇത് ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാകുന്നതാണ്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ക്രിയാത്മകമായ ക്രിറ്റിസിസം ഏത് ജഡ്ജ്മെന്റിനെ കുറിച്ചും പറയാന്നുള്ളത് തന്നെയാ. വ്യക്തിപരമായോ അല്ലെങ്കിൽ കോടതി വിധി ശരിയല്ല എന്നോ, നമ്മൾക്ക് ആ കോടതി വിധിയിലെ ഇന്ന ഭാഗങ്ങൾ കറക്റ്റ് അല്ല, ഇന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നതിൽ ഇവിടെ ഒരു തടസ്സവുമില്ല. പക്ഷെ ഇത് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് ആരും പറയാൻ പാടില്ല, ഞാൻ കോടതികൾ തെറ്റ് ചെയ്താൽ പറയാൻ പാടില്ലേ? കോടതികൾ തെറ്റ് ചെയ്യുന്നതാണ് ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം, അല്ലേ? ഈ ജനാധിപത്യത്തിനെ ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യുന്നത്, മുറിവേൽപ്പിക്കുന്നത് കോടതികൾ ഇത്തരത്തിൽ തെറ്റ് ചെയ്യുന്ന ബയാസിനാവണമെന്ന് ആരും പറയണില്ല. രണ്ട് പക്ഷത്തിനെ കേട്ടോട്ടെ, രണ്ട് പക്ഷത്തിനെയും കേട്ട് ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞോട്ടെ. പക്ഷെ ഒരു പക്ഷത്തെ, ഒരു ഇൻജുവേർഡ് ആയിട്ടുള്ള, വിക്ടിമായിട്ടുള്ള മനുഷ്യരെ കോടതി എങ്ങനെ പെരുമാറണമെന്ന് എത്ര കേസുകളില് വിധിയുണ്ട്. ഒരു അക്ഷരം പോലും ആ വിക്ടിമിന്റെ ഡിഗ്നിറ്റിനെ ബാധിക്കുന്ന ഒരു വർത്തമാനം ഈ പറയുന്ന വക്കീലന്മാർ കോടതിയിൽ പറയാൻ പാടില്ല എന്നില്ലേ? ആരാണ് ഇത് പരിഗണിച്ചത്? അപ്പൊ അവർക്കുള്ളതെല്ലാം എനിക്കിതിൽ അങ്ങേയറ്റുള്ള ദേഷ്യം, അങ്ങേയറ്റത്തുള്ള വിഷമം. അതായത് ഒരു പ്രതികളുടെ പ്രായം, അതായത് ജുവനിലാണോ അവര് പ്രതിയുടെ പ്രായം കണക്കാക്കാൻ? അവരുടെ കുടുംബം, ആ പെൺകുട്ടിയുടെ കുടുംബമുണ്ടോ എന്ന് കോടതി അന്വേഷിച്ച? ആ പെൺകുട്ടിയുടെ കുടുംബമുണ്ടോ? എന്താ കുടുംബം നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ആ പെൺകുട്ടി എന്താണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? കോടതിക്കറിയാമോ? കോടതി പ്രായം നോക്കിലോ? കോടതി അവരുടെ കുടുംബസ്ഥിതി അന്വേഷിച്ചില്ല. പ്രതികളുടെ മാത്രം എന്താണ് അന്വേഷിക്കുന്നത്? ഈ വിക്ടിമിന്റെ ഒന്നും അന്വേഷിക്കേണ്ടതില്ലേ? ആ കുട്ടി അനുഭവിക്കുന്ന ഈ ഫീൽഡ് ഔട്ട് ആയില്ലേ ഒരു സംവിധാനത്തിൽ നിന്ന്? ഉപജീവന മാർഗമുണ്ടോ? വിക്ടിം കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടോ? കോടതി എന്തെങ്കിലും അന്വേഷിച്ച? എന്തിനു വേണ്ടിയാണ് വനിതാ ജഡ്ജിനെ വെക്കുന്നത്? അതെങ്കിലും പരിഗണിച്ചുകൂടായിരുന്നോ? ഈ കുട്ടിക്ക് സമാധാനപരമായി ഈ വിക്ടിമിനെ അവർക്ക് നേരിട്ട പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു. അതുണ്ടായോ? ഞാൻ ഇന്ന് പറയണില്ല എന്ന് ഞാൻ നിഷയോട് പറഞ്ഞു.
വിക്ടിമിന്റെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ എന്റെ ലൈഫിൽ ഞാൻ പറയണില്ല, നാളെ പറയാം. ജീവിതത്തിലൂടെ ഞാൻ 56 വയസ്സായി, എനിക്ക് 30 വർഷമാണ് ഈ ജനുവരിയിൽ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. 6 മാസമായപ്പോ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസാണ്. ഹൈക്കോടതിയിൽ തന്നെയാണ് ഞാൻ തുടങ്ങിയത്. ഇന്നും ഹൈക്കോടതിയിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്ക് വേണ്ടിയാണോ? ഈ സൊസൈറ്റിക്ക് ഇപ്പൊ ഈ ജഡ്ജിമാര് പല നിയമങ്ങൾ പറയുന്നത് പാർലമെന്റ് നിയമങ്ങൾ പാസ്സാക്കിയിട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. പാർലമെന്റ് നിയമം പാസ്സാക്കുന്നത് ആർക്കു വേണ്ടിയാ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? കോടതിക്ക് നിയമം ഇന്റർപ്രറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പൊ ജുഡീഷ്യറി ഇരിക്കുന്നത് കണ്ടടച്ചിരിക്കുക അല്ല. ആ നിയമം, അതിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു? പാർലമെന്റിന്റെ ഇന്റൻഷൻ ജനങ്ങൾക്ക് വേണ്ടി. ആ പാർലമെന്റ് എന്താണ് ഉദ്ദേശിച്ചത്? സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്താണ് ഉദ്ദേശിച്ചത്? ഇത്ര നീചമായിട്ടുള്ള ഒരു കൾപ്രിറ്റിനെ ഈ സൊസൈറ്റിയിൽ ഇനിയും തുറന്നു വിട്ടാൽ, പറഞ്ഞല്ല, ഞാൻ 5 പേരുടെ ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു. എത്ര പെൺകുട്ടികളെ ഇങ്ങനെ ചെയ്യുവാണ്? സമൂഹത്തിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുന്ന ഒരുത്തനാണോ അത്? കോടതി പരിഗണിച്ച? കോടതി വിക്ടിമിനെ പരിഗണിച്ചേ ഇല്ല. പരിഗണിച്ച് മുഴുവൻ പ്രതികളെയാണ്.